Good evening. എല്ലാവരോടുമായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും ഓഡിയോ ആവശ്യമെങ്കിൽ മാത്രം മ്യൂട്ട് ചെയ്യുക. മൈക്രോഫോൺ മ്യൂട്ട് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം അത് അൺമ്യൂട്ട് ചെയ്യുക. കൊരട്ടി നാലുകെട്ട് ഇടവകയും നൈപുണ്യ കോളേജും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കരിയർ ഗൈഡൻസ് കോച്ചിങ്ങിൻ്റെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വെബിനാർ സെഷൻ പ്ലാൻ ചെയ്തതും ഇതിനു വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുത്തതും കൊരട്ടി നാലുകെട്ട് ഇടവക വികാരി ഫാദർ പീറ്റർ കണ്ണമ്പുഴയാണ്. അതോടൊപ്പം നൈപുണ്യ കോളേജിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ വർഗീസ് അസിനും ഇതിന് ഈ ഇനീഷ്യേറ്റീവ് എടുക്കാൻ മുമ്പോട്ട് വന്നു. ഈ വെബിനാർ സെഷനിലേക്ക് അതിൻ്റെ ഇനാഗ്രേഷനായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ ഫാദർ പീറ്റർ കണ്ണമ്പുഴയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഇന്ന് പ്രത്യേകിച്ച് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ നെടുന്തൂണുകളായ സെന്റ് പീറ്റർ, സെന്റ് പോൾ എന്നീ വിശുദ്ധരുടെ തിരുനാളാണ് ആഘോഷിക്കുക. ആയതിനാൽ ആ നാമധാരികളായ എല്ലാവർക്കും വിശുദ്ധൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുക മാത്രമല്ല, മറിച്ച് we need to explore and pull it out from the students എന്നാണ് ഞാനും വിശ്വസിക്കുക. അതായത് അവരുടെ ഉള്ളിലുള്ള സാധ്യതകളെ പുറത്തെടുക്കുവാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒന്നാകണം വിദ്യാഭ്യാസം എന്ന് മഹാന്മാരും മറ്റുള്ളവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു ലക്ഷ്യം സാധൂകരിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ക്ലാസ്മേറ്റുമായ കൊരട്ടി നൈപുണ്യ കോളേജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറുമായ അസനച്ചനുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടെ ഈ ഒരു ആശയം പങ്കുവയ്ക്കുകയുണ്ടായി. അത് കൊരട്ടി നൈപുണ്യ കോളേജിൻ്റെ ഡയറക്ടർ അച്ഛനുമായിട്ട് പോളച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛന് വളരെയധികം സപ്പോർട്ടാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ കൊരട്ടി കോളേജും നൈപുണ്യ കോളേജും അതോടൊപ്പം തന്നെ നാലുകെട്ട് ഇടവകയിലെ ടീച്ചേഴ്സിൻ്റെയും അഭിപ്രായത്തിലാണ് ഇങ്ങനെയൊരു സെമിനാർ നടത്തുവാനായിട്ട് ഇടയായത് തന്നെ. ആയതിനാൽ ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ ഒത്തിരിയേറെ സ്നേഹത്തോടെ പോളച്ചനും അസനച്ചനും ഈ കൊരട്ടി നൈപുണ്യ കോളേജിലെ മറ്റ് വൈദികർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സെമിനാർ നടത്തുവാനായിട്ട് അസനച്ചൻ തിരഞ്ഞെടുത്തിരിക്കുക വളരെ പ്രഗത്ഭരായ വ്യക്തികൾ തന്നെയാണ്. അതായത് ഇതിന് ചർച്ചകളൊക്കെ നടത്തുവാനും നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുവാനുമായിട്ടൊക്കെ കോച്ചായിട്ട് അസിനച്ചൻ തന്നെ ആദ്യം തന്നെയുണ്ട്, വർഗീസ് അസിൻ. രണ്ടാമതായിട്ട് ഡോക്ടർ ആന്റണി ജോർജ് കരിയർ കോച്ചായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഡോക്ടർ സാബു വർഗീസ്. പിന്നെ നമ്മളെ സഹായിക്കാനായിട്ട് സനിത്വം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇവരെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാനും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയും വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഇവർ സ്മരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുന്നവരും വീണ്ടും യൂട്യൂബ് വഴി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുമാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വ്യക്തികൾക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയും ഈ സെമിനാർ
നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ല ഒരു മണിക്കൂർ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, Father Peter Kannambura. നമ്മുടെ കരിയർ ഗൈഡൻസ് കോച്ചിങ് വെബിനാറിലേക്ക് ഫാദർ പീറ്റർ കണ്ണമ്പുഴ പറഞ്ഞതുപോലെ പ്രഗത്ഭരായ 2 വ്യക്തികളാണ് ഇന്ന് ഈ സെമിനാർ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ആദ്യമായിട്ട് വരുന്നത് ഫാദർ വർഗീസ് അസിനാണ്. ഫാദർ വർഗീസ് അസിൻ നേരത്തെ പറഞ്ഞതുപോലെ നൈപുണ്യ കോളേജിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. MBA പഠനത്തിന് ശേഷം അദ്ദേഹം പല സ്ഥാപനങ്ങളിൽ പല ഡെസിഗ്നേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം ഓസ്ട്രേലിയയിൽ നിന്ന് പഠനത്തിന് ശേഷം നൈപുണ്യ കോളേജിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ MBA നൈപുണ്യ ബിസിനസ് സ്കൂളിൻ്റെ കോർഡിനേറ്ററുമാണ് അദ്ദേഹം. ഫാദർ വർഗീസ് അസിന് ശേഷം ഈ സെമിനാറിലേക്ക് വരുന്നത് ഡോക്ടർ ആന്റണി ജോർജ് ആണ്. അപ്പോൾ ഇവരുടെ സെഷനിലൂടെ കരിയർ ഗൈഡൻസ്, നിങ്ങൾക്ക് കരിയറിലേക്കുള്ള പല ഓപ്ഷൻസ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് അതിനുള്ള സാധ്യതകളുമെന്നുമൊക്കെ ഈ അടുത്ത 1 മണിക്കൂറിലുള്ള ഡിസ്കഷനിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ഈ സെമിനാറിന് ശേഷം നിങ്ങൾക്കുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഒരു സെഷൻ ഇതോടൊപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫാദർ വർഗീസ് അസിനെ ഈ വെബിനാറിലേക്ക്, ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാദർ വർഗീസ് അസിൻ. Yes, thank you, Sabu Varghese sir, for a nice introduction. As well, I thank Father Peter Kannambura for making this event a glorious one. He has himself initiated for this career guidance session. So thank you, Father Peter, for making use of this season for this beautiful enriching program. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റ് മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കരിയർ ഗൈഡൻസിനെ പറ്റി ഈ സമയത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ഇവിടെ നൈപുണ്യ കോളേജിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം 3ാമത്തെ വർഷമാണ് അഡ്മിഷൻ വേണ്ടിയിരിക്കുന്നത്. പീറ്റർ കണ്ണമ്പുഴ അച്ഛൻ എന്നോട് കരിയർ ഗൈഡൻസിനെ പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇത് അത്യാവശ്യമായിട്ട് നടത്തപ്പെടേണ്ട ഒരു കോൺക്ലേവ് ആണെന്നുള്ള ചിന്ത വന്നു. ഉടനെ തന്നെ ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ പോളച്ചൻ കൈതോട്ടങ്ങളോട് സംസാരിച്ചു. സോ വി ഇനീഷ്യേറ്റഡ് ദ പ്രോഗ്രാം. ഇതിനകത്തേക്ക് നയിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഞാൻ ഇൻ്റർവ്യൂ സെഷന് കുട്ടികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, വാട്ട് ഹാപ്പൻ ടു യുവർ +2 മാർക്ക്? SLC കഴിഞ്ഞ് +2ലേക്ക് വരുമ്പോൾ എന്തു പറ്റി? ആദ്യം എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയും. രണ്ടാമത് കൂടെ ഇരിക്കുന്ന അപ്പനോ അമ്മയോ കണ്ടമിട്ടറിക്കൊണ്ടോ കണ്ണുനീർ വാർത്തുകൊണ്ടോ പറയും, അത് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ബയോമാക്സ് എടുത്തു, അവൻ സയൻസ് എടുത്തു, അവൻ ഹ്യൂമാനിറ്റീസ് എടുത്തു, അതുകൊണ്ട് അവന് പഠിക്കാൻ പറ്റിയില്ല, മാർക്ക് കുറഞ്ഞു. അത് ഒരു ചോദ്യം, എപ്പോഴും കൺഫ്രണ്ട് ചെയ്യുന്നൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നീ BCom ഫിനാൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് MComന് പോകുന്നു, എന്തുകൊണ്ട് BCA ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് എന്തുകൊണ്ട് താല്പര്യമെടുത്തു? ഇത് ചോദിക്കുമ്പോഴും I found most of the students doesn't have a proper and valid answer. അത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അവിടെയാണ് ഞാൻ ഈ സെമിനാറിൻ്റെ പ്രസക്തി മനസ്സിലാക്കിയത്. കാരണം ഈ 2 കാരണങ്ങൾ കൊണ്ടും ഇവരിൽ ചില അവ്യക്തതകളുണ്ട്. ആ അവ്യക്തതകൾ തരണം ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്കൊരു നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ it is not just a job to be done. Career is something that makes one to reach to his fullness, to realize his fullness. അതാണ് എൻ്റെ ഒരു തിയറി ആയിട്ട് ഞാൻ കാണുന്നത്.
അതല്ല എങ്കിൽ ഈ വിൽ ഫ്ലോപ്പ് മീൻ വൈൽ, അല്ലെങ്കിൽ അവൻ അതിൽ വിജയം കണ്ടെത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചർച്ച വളരെ പ്രസക്തമാണെന്ന് എനിക്ക് ഈ 2 ചോദ്യം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് അറിവിന്റെ കുറവുണ്ടെന്ന്. കാരണം ഗൂഗിൾ വിൽ ആൻസർ യു മെനി ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് യുവർ ഡൗട്ട്സ്. യു ക്യാൻ വെരി വെൽ ഗൂഗിൾ ഇറ്റ് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ യുവർ ക്വയറീസ്. ബട്ട് ഈ 2 ചോദ്യത്തിനും ഉത്തരം കൊടുക്കണമെങ്കിൽ ഞാൻ കാണുന്നത് 2 ആശയങ്ങളാണ്. ഒന്നാമത്തത്, വാട്ട് ഈസ് യുവർ പൊട്ടൻഷ്യൽ? നിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എവിടെയാണ്? വുഡ് യു find out a strong area in your life? Where are you strong at? ഇതിനൊരു തന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, വാട്ട് ഈസ് ബെസ്റ്റ് ഫിറ്റിംഗ് കരിയർ ഓപ്ഷൻ ഫോർ യു? ഇത് 2 ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുക. ഞാൻ ആദ്യത്തെ സ്ലൈഡിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതാണ്. ഒന്ന്, നിന്റെ ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞു ആദ്യം, ജോബ് ഈസ് നോട്ട് ജസ്റ്റ് കരിയർ ഈസ് നോട്ട് ജസ്റ്റ് a job, it is more than that. Aptitude, learning skill set. രണ്ടാമത്തത് your career options. മൂന്നാമത്തെ personal skill set or upskilling or reskilling. കാരണം നിന്റെ അഭിരുചി എന്ത്? പേഴ്സണലായിട്ട് ഓരോ വ്യക്തിക്കും, പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ കാലഘട്ടം, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം, യു ഗോട്ട് ഇനഫ് ആൻഡ് മോർ ടൈം അറ്റ് യുവർ ഹോം വിത്ത് യുവർ നിയർ വൺസ്. ഈ സമയത്ത് തൻ്റെ അഭിരുചി കണ്ടെത്തുവാൻ ഒരു വിദ്യാർത്ഥി ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഇറ്റ് ഈസ് ടു ലേറ്റ്, ഓൾറെഡി അഡ്മിഷന്റെ സമയമായി. രണ്ടാമത്തത്, വാട്ട് ഈസ് യുവർ സ്കിൽ സെറ്റ്? ഇത് 2 കൂടി ചേർത്തെങ്കിൽ മാത്രമേ ഒരു വിജയത്തിലേക്ക് ഒരുവൻ എത്തിച്ചേരാൻ പറ്റൂ. ആ വിജയം നേടണമെങ്കിൽ ഇന്ന് നിന്റെ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം. ഈ അഭിരുചിയും പ്രാപ്തിയും വെച്ച് നീ വിജയം നേടണമെങ്കിൽ നിന്റെ സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം? പക്ഷേ ഐ വിൽ ഗീവ് യു ആൻസർ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഇന്നത്തെ ഞാൻ ഈ കാലഘട്ടത്തിൽ ഈ +2 കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ അടിയിൽ കൊടുത്തിരിക്കുന്നത്. പിയർ പ്രഷർ. എൻ്റെ കൂട്ടുകാരൻ BCom എടുത്തു, എൻ്റെ കൂട്ടുകാരി എഞ്ചിനീയറിങ്ങിന് പോയി. അല്ലെങ്കിൽ ഇന്ന് ഏതാണ് കൂടുതൽ ഫാഷൻ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം, നിയർലി 10 years ബിഫോർ എഞ്ചിനീയറിംഗ് ഓർ മെഡിസിൻ വാസ് ഇൻ ദ പീക്ക്. എഞ്ചിനീയറിംഗ് എടുത്തെങ്കിൽ മാത്രമേ ഒരു അഭിമാനത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് എഞ്ചിനീയറിംഗ് മാറി. അപ്പോൾ ഇന്നത്തെ ട്രെൻഡ്സ്, ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്ന പല കുട്ടികളോട് ചോദിച്ചു, വാട്ട് ആർ ഗോയിങ് ടു ഡു? BCom കഴിഞ്ഞ് പഠിച്ചിറങ്ങിയ കുട്ടികളോട് ഞാൻ ചോദിച്ചു, വാട്ട് ആർ ഗോയിങ് ടു ഡു? ഞങ്ങൾ CA ചേരാൻ പോകണം. വാട്ട് ഈസ് ഓൾ അബൌട്ട് CA? അതിനെപ്പറ്റി ഒരു ഹോംവർക്ക് ചെയ്തിട്ടല്ല ആ ഒരു ഉത്തരം പറയുക. അടുത്തൊരു സാധ്യത ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി. ഇന്ന് ഈ കറന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള എവിടെയാണ്? ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആണോ? പ്രത്യേകിച്ച് ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സീസണിൽ, പാൻഡമിക് ഇയറയിൽ മെഡിസിൻ, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണോ ജോബ്? അപ്പൊ ഞാൻ എൻ്റെ സെലക്ഷൻ ജോബ് ആ ഇന്നത്തെ ജോബ് മാർക്കറ്റ് നോക്കിയിട്ടാണോ? അടുത്തത് ഫാഷൻ. ഞാൻ അധികം സ്ട്രെച്ച് ചെയ്യുന്നില്ല, ഷോർട്ട് ഓഫ് ടൈം. ഫാഷൻ, ഇത് ഞാൻ ഇപ്പോൾ CA ചേർന്നു എന്ന് പറയുന്നു. ഐ നോ എ ബോയ് ഹു കെയിം ഡൗൺ ഫാർ ഫ്രം ഹൈ റേഞ്ച്, സെറ്റിൽഡ് ഇൻ കൊച്ചി. ഹി ജോയിൻ ഫോർ എ CMA കോഴ്സ്. ഹി ലോസ്റ്റ് ഓൾ ദ വേ. അവൻ CMA അവൻ ഫസ്റ്റ് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. കൂടാതെ അവന് BCom എടുക്കേണ്ട കാലഘട്ടം അവൻ CMAയുടെ പിന്നാലെ പോയി. സോ ഈ ലോസ്റ്റ് ഇൻ എ വേ. അപ്പോൾ ഏതോ ഒരു ഫാഷന്റെ പേരിൽ, അട്രാക്ഷന്റെ പേരിൽ വന്ന് സെലക്ട് ചെയ്തൊരു കോഴ്സാണ്. ബൈ ദ ടൈം ഹി ലോസ്റ്റ് എവറിത്തിങ്, ദ ഗ്രോത്ത് ഓഫ് ഹിസ് കരിയർ. അടുത്തത് ഫിനാൻഷ്യൽ ബാക്കപ്പ്. ഐ കുഡ് ഫൈൻഡ് മെനി സ്റ്റുഡൻസ് പ്ലാനിങ് ടു ഗോ എബ്രോഡ്. ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ പാരൻസിൻ്റെ കയ്യിൽ കുറച്ച് ലിക്വിഡ് മണി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡെപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ക്യാഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ മോൻ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കാമല്ലോ, ആ ചിന്തയിൽ പല കോഴ്സുകളും തിരഞ്ഞെടുക്കാനായിട്ട്, സാമ്പത്തികമുണ്ട് അതുകൊണ്ട് ഈ കോഴ്സ് എടുക്കാം എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പിന്നത്തെ ഒരു കാറ്റഗറി ഉണ്ട്, റിയൽ നീഡ്. എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഒരു കോഴ്സ് പഠിച്ച ഒരു ജോലി കിട്ടിയ മതിയാവൂ, ഒരു ജോബ്, അതാണ് റിയൽ നീഡ്. അത് ഡ്രീം ജോബ് ആവാം, അല്ലാതെ ആവാം.
പക്ഷെ ജോബ്. മൂന്നാമത്തെ സോഷ്യൽ സ്റ്റാറ്റസ്. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്വാധീനത്തിൽ വഴങ്ങിക്കൊണ്ടാണ് അങ്ങനെയുള്ളൊരു ജോബിന്റെ സെലക്ഷനിലേക്ക് പോകുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ട് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, വേറെ അമ്മായി എനിക്ക് റിയൽ നീഡ് ഉണ്ടോ? ഞാൻ ആരുടെ ഇഷ്ടത്തിന് വഴങ്ങിയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക? അതിന് നിങ്ങൾ റെഫർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അഭിരുചി ആൻഡ് യുവർ സ്കിൽ സെറ്റ്. നിങ്ങളുടെ അഭിരുചി എന്ത്? റിയലി യു ആർ പാഷനേറ്റ് അബൌട്ട് ദിസ് കോഴ്സ് ഓർ ദിസ് സ്ട്രീം ഓഫ് ലൈഫ് ഓർ ദിസ് കരിയർ ഓപ്ഷൻ. രണ്ടാമത്തത്, വാട്ട് ഡു യു ഹാവ്? ഈ പ്രാപ്തി എന്ന് പറയുന്ന സ്കിൽ എന്ന് പറയുന്നത് വി ക്യാൻ ഡിഫൈൻ വേരിയസ് വേസ്. നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ ഐ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇത് രണ്ടും ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയം കണ്ടെത്താൻ പറ്റൂ. ആ തെരഞ്ഞെടുപ്പിന് സഹായിക്കുന്ന ചില ഘടകങ്ങളാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ എന്താ. എനിക്ക് തോന്നുന്നു വെൻ യു ആർ കംപ്ലീറ്റിംഗ് കം ടു 18 you should able to understand your learning style. ഇത് ഒരു 8 തരത്തിലുള്ള ലേണിംഗ് സ്റ്റൈലിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈച്ച് ഓതർ ഓർ റിസർച്ചർ ഗീവ്സ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈൽ. എനിക്ക് തോന്നുന്നത് +2 ആയപ്പോഴേക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുട്ടിയും ആത്യന്തികമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട സ്കില്ലുകളാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ വായിച്ചാണോ കണ്ടാണോ പഠിക്കുന്നത്? ഞാൻ കേട്ടാണോ പഠിക്കുന്നത്? I know very many students just attending the lecture. അത് മതി അവനൊരു പരീക്ഷ എഴുതാനുള്ള. ഈ വെരി വെൽ സ്റ്റോർഡ് ഇൻ യുവർ മെമ്മറി. പിന്നെ മ്യൂസിക്കൽ, ഓഡിറ്ററി. ചിലത് അവൻ കേൾവിയുടെ തന്നെ താളം വെച്ച് അവനിൽ ചില സൗണ്ട്സ് വെച്ചിട്ട് ചിലർക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അവൻ്റെ സ്കില്ല്. ഇപ്പോൾ ഐ നോ വൺ പേഴ്സൺ ഹു ഈസ് വെൽ ഇൻ ഓർക്കസ്ട്ര റോക്ക് മ്യൂസിക്. അവൻ പ്രപഞ്ചത്തിലുള്ള ആ മ്യൂസിക്, ആ താളം കേട്ടാൽ അവൻ ഓൾറെഡി ദാറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു മ്യൂസിക് ഗിറ്റാർ. അതൊരു സ്കില്ലാണ്. ദെൻ ഫിസിക്കലോ കൈനറ്റിക്സ്. ഈ കൈനസ്റ്റിക്സ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി യൂസ് യുവർ ഹാൻഡ്സ്, അവന്റെ ബോഡി മൂവ്മെന്റ്, അവന്റെ സെൻസ്, അതിലൂടെ ഹി വിൽ ലേൺ. ഇത് കോമ്പിനേഷൻ ഉണ്ട് അടുത്തത്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. സോളിറ്ററി, ചിലപ്പോൾ ചിലവർക്ക് വ്യക്തിപരമായിട്ട് അവൻ സ്വന്തം നിലയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഒറ്റയ്ക്കിരുന്ന് ചെയ്യാന്ന് പറയില്ലേ, അവരൊക്കെ അവരുടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കില്ലുള്ളവരാണ്. അവരും അവരുടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ വിൽ ബി സോ ഡെൻസ് ഓർ സോ ഡീപ്പ്. അത് വെറുതെ നോർമൽ ആയിരിക്കില്ല. പിന്നെ സോഷ്യൽ സ്കിൽസ് ഉണ്ട്, വെരി ഇന്ററാക്റ്റീവ്, വെരി ഡൈനാമിക്. ബിഹേവിയറൽ സയൻസ് ആയിരിക്കും അവർ ഇൻട്രസ്റ്റഡ് ഏരിയ. അവർ ഒരു പക്ഷെ MSW അല്ലെങ്കിൽ സൈക്കോളജി, കൗൺസിലിംഗ്, അങ്ങനെയുള്ള ഏരിയാസിൽ അവർക്ക് they will be more successful. Maybe politicians, political science may give that orientation. അടുത്ത സ്കിൽ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ, വെരി ഇൻട്രസ്റ്റിംഗ്. അവരുടെ റീസണിങ് ആയിരിക്കും അവരുടെ ഈ ലേണിംഗ് സ്കിൽസിലെ 1, 2, 3, 4, 5 അതങ്ങനെ 1 after 1 ആയിട്ട് അവരങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ആ സെറ്റ് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ഈ ഏരിയയിലുള്ള എക്സ്പ്ലോർ ചെയ്യുന്ന ഈ സ്കില്ലുള്ളവരായിരിക്കും കൂടുതലായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ ഏത് സ്കില്ല് വെച്ചിട്ടാണ് എൻ്റെ ലേണിംഗ്, എൻ്റെ പഠന സമ്പ്രദായം, എങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ യു വിൽ ബി സക്സസ്ഫുൾ. ആത്യന്തികമായിട്ട് ഇത് കണ്ടെത്തിയിരിക്കണം. നെക്സ്റ്റ്, ഇനി ഒരു പക്ഷേ +2 പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും തറവല്ല. ഐ നോ, ഞാൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോൾ എനിക്കറിയാം ഇവരാരും തന്നെ അത്രയും ഡീപ്ലി റിഫ്ലക്റ്റീവ് അല്ല. ഇവരെ ഒന്ന് സഹായിക്കാനുള്ള ചില വെബ്സൈറ്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. creamdom.com. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യു മേ ഫൈൻഡ് എൻ നമ്പർ ഓഫ് ഡിഫറെന്റ് സോർട്സ് ഓഫ് സ്കിൽ ബേസ്ഡ് ടെസ്റ്റുകൾ ഉണ്ടാവും. ദാറ്റ്സ് എ ഫ്രീ. careertest.com, അതും ഫ്രീയാണ്. അതിൽ നിങ്ങൾ കയറുക, നിങ്ങൾ അതിനകത്തൂടെ നിങ്ങൾ ആ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ ടെസ്റ്റ് ഒന്ന് നടത്തി കഴിഞ്ഞാൽ യു വിൽ കം ടു നോ to a certain extent where are you good at, what is a strong area which you can. ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ടെക്നോളജി, കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജീസ് തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് സ്കിൽസ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താനുള്ളത്, അവർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ദേ വിൽ ഗീവ് യു എ മെമ്മോ. ആ മെമ്മോ കൊണ്ടുപോയി ബാങ്കിൽ ചെല്ലാനടച്ച് 100 രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ. അതിലൂടെയാണ് ആ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. ബിറ്റ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ 100 രൂപയുള്ളൂ. എന്നാൽ പോലും
that may give you a better idea about what is your core strength. അപ്പം അത് ഒരു ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ സൈറ്റിൽ കയറിയെങ്കിൽ അത് ഇനാക്റ്റീവ് ആയിട്ടാണ് കണ്ടത്. ഇപ്പോൾ പ്രോബ്ലി ദാറ്റ് മേ ബി അണ്ടർ കൺസ്ട്രക്ഷൻ, ദേ മേ കം ബാക്ക് സൂൺ. ഇനി അടുത്ത സൈക്കോമെട്രിക് ടെസ്റ്റ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷാൽ നോട്ട് ഫോൾ, ഇറ്റ് ഷാൽ നോട്ട് ഫെയിൽ. ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് നിങ്ങളുടെ ഇന്റേണൽ ആയിട്ടുള്ള ചില കോമ്പിറ്റൻസീസിനെ പറ്റിയിട്ട് അറിയാനായിട്ട് ഈ ടെസ്റ്റ് വളരെ ശക്തമായിട്ട് ഉപകരിക്കും. അപ്പോൾ നോട്ട് ഇറ്റ് ഡൗൺ, creamdom.com, acareertest.com. ഇത് രണ്ടുമാണ് ഫ്രീ. ദറ്റ് മേ ഹെൽപ്പ് യു. ഇനി മറ്റേതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നടത്താം. ദെൻ ഐ ജസ്റ്റ് കവേർഡ് ദിസ് ടോപ്പിക്, വിഷ്വൽ ഓഡിറ്ററി കാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇനി ഇറ്റ്സ് എ ജനറൽ അംബ്രല്ല. ഞാൻ ഈ കരിയർ ഗൈഡൻസിനെ പറ്റി ഉള്ള ചർച്ചകളുടെ ഭാഗമായിട്ടും ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇരുന്നപ്പോൾ ഞാൻ കണ്ടിട്ട് ചില മെയിൻ ഏരിയ ആണ് ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിനെ വെച്ചിട്ട് ഞാനൊരു 3 ഏരിയ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ഒന്നാമത്തെ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ, ജോബ് ഓറിയന്റഡ് പ്രാക്ടിക്കൽ സ്കിൽ സെറ്റ് ഉള്ള കോഴ്സുകൾ. അങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ ഇപ്പോൾ പ്ലഗ് ഇൻ എന്നാ പറയുന്നത് ഇൻഡസ്ട്രിയിലേക്ക്. വിത്ത് while you finish your course, you are already accredited to a industry. അല്ലെങ്കിൽ അത് പ്ലഗിൻ ആണ്. when they plug in, that will function എന്നതിനെ പറയപ്പെടുക. ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അത് ഇതിനകത്ത് ദ നെക്സ്റ്റ് ഫോളോയിങ് സ്ലൈഡ്സ് ഡോക്ടർ ആന്റണി ജോർജ് വിൽ എക്സ്പ്ലെയിൻ ചെയ്യും. രണ്ടാമത്തത് കൺവെൻഷണൽ കോഴ്സുകൾ. ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇന്ന് BCom, BSc, BA അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബേസ്ഡ്, കൊമേഴ്സ് ബേസ്ഡ്, അങ്ങനെ കൺവെൻഷണൽ കോഴ്സുകളുണ്ട്. ഇനി മൂന്നാമത്തെ ഏരിയ ഞാൻ കണ്ട് ഇപ്പോൾ ഈ മോഡേൺ ട്രെൻഡിൽ നിൽക്കുന്ന മൂന്നാമത്തെ ഏരിയ ഞാൻ പറഞ്ഞൊരു കോമൺ ലേമൻസ് ലാംഗ്വേജിലാണ് കേട്ടോ. ഇത് പറയാൻ കാരണം ഓൾറെഡി സ്പെസിഫിക് ആയിട്ട് കരിയർ ചൂസ് ചെയ്തിട്ടുള്ളവർ ഓൾറെഡി ദേ ഹാവ് ഡിസൈഡഡ് ഏർലിയർ. കാരണം എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. എൻട്രൻസ് എക്സാമിന്റെ സമയം കഴിഞ്ഞു. ഓൾറെഡി ദ പ്രിപ്പറേഷൻ ഹാസ് ടു സ്റ്റാർട്ട് ലോങ് ബിഫോർ. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആർക്കിടെക്ചറിലാണ്. അത് ലാസ്റ്റ് ഓഗസ്റ്റിൽ വന്നിട്ടുണ്ടാവും. 2019 ഓഗസ്റ്റിൽ അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എക്സാം എന്നായിരിക്കും അതിന് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇൻവിറ്റേഷൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഓൾറെഡി ആ സീസണിലാണ് അതിൻ്റെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ സീസണതാണ്, ഓഗസ്റ്റാണ്. പിന്നെ ഡിസംബർ വരെ ഓരോ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അവരെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന നാലുകെട്ട് പള്ളിയിലെ വിദ്യാർത്ഥികളുണ്ട്, ആ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളുണ്ട്, മറ്റു കുട്ടികളുണ്ട്. 3 മേജർ ഏരിയ. ഒന്നാമത്തെ പ്രൊഫഷണൽ, രണ്ടാമത്തെ കൺവെൻഷണൽ കോഴ്സസ്, മൂന്നാമത്തത് ക്രിയേറ്റീവ് ആർട്സ് ഓർ പെർഫോമിംഗ് ആർട്സ് ഓർ മീഡിയ ഓർ IT, ഇൻഫർമേഷൻ ടെക്നോളജി ബേസ്ഡ്. സൈബർ സയൻസ് ഒക്കെ അതിനകത്ത് വരും, സൈബർ ടെക്നോളജിനകത്ത് വരും, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനകത്ത് വരും. അപ്പോൾ ഈ 3 ഡൊമൈനാണ് പ്രിവലന്റ് ആയിട്ടുള്ളത്. അതിനെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ ആന്റണി ജോർജ് വിൽ എക്സ്പ്ലെയിൻ യു ഇൻ ദ നെക്സ്റ്റ്. So just briefing, these are the prevalent area of career offerings. ഇതിനകത്ത് ഹെൽത്ത് കെയർ ഉണ്ട്. ഇന്ന് ഒരുപക്ഷെ ആസ് യു നോ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ഇത് മോസ്റ്റ് ബൂമിങ് എന്ന് പറഞ്ഞ എവർഗ്രീൻ എന്ന് പറയപ്പെടുന്ന ഹെൽത്ത് കെയർ ആണ്. അടുത്ത ഹോസ്പിറ്റാലിറ്റി. ഇറ്റ് വാസ് എ ബൂമിങ് ഇൻഡസ്ട്രി ബിഫോർ പോസ്റ്റ് കൊറോണ. നൗ ഹോസ്പിറ്റാലിറ്റി, അത് ട്രാവൽ ആൻഡ് ടൂറിസം, യു നോ ദ കറന്റ് സെനാരിയോ സ്റ്റക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾ 3 കൊല്ലം കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതെന്താണ് അതും കൂടി ഒന്ന് മനസ്സിലുണ്ടാവണം. ഞാൻ പറഞ്ഞ 3 ക്ലാസ് ഓഫ് കരിയർ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഡിഗ്രീനെ പറ്റിയാണ് പറയണേ. അടുത്തൊരു ലെവലുണ്ട്. ആ ലെവലും കൂടി ഒന്ന് അവെയർ ആയിരിക്കുന്നത് നല്ലതാണ്. ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സസ്. ഇപ്പൊ +2 കഴിഞ്ഞ എല്ലാവരും തന്നെ ഡിഗ്രി കോഴ്സ് എടുക്കണോ? I met few candidates today, even today. അവർ ഡിഗ്രിയിലേക്ക് വന്ന് ആരോ പറഞ്ഞു ഡിഗ്രി ഈസ് ഗുഡ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ജീവിത വിജയത്തിന് നിനക്ക് അനിവാര്യമായിട്ട് നീ കണ്ടെത്തുന്നത്. ഇപ്പൊ വിഷ്വൽ ആർട്സ്, ഐ തിങ്ക് ദാറ്റ് വിൽ ബി കവേർഡ് ഇൻ ദ ഫോളോയിങ് സ്ലൈഡ്സ്. വിഷ്വൽ ആർട്സ്, പെർഫോമിംഗ് ആർട്സ്, ഫോർ എക്സാമ്പിൾ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം, ചേതന, തൃശ്ശൂർ, അവർ പെർഫോമിംഗ് ആർട്സ് ബേസ് ചെയ്തിട്ട് ഒരുപാട് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഫ്രം കോട്ടയം, അവർ ഒരുപാട് ഡിപ്ലോമ കോഴ്സ് പറയുന്നുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ഡിപ്ലോമ കോഴ്സ് ഓഫർഡ് ബേസ്ഡ് ഓൺ ദ കമ്പ്യൂട്ടർ ഡൊമൈൻ, കെൽട്രോൺ ഈസ് ഓഫറിംഗ്, സ്റ്റേറ്റ് ഓണർഷിപ്പിലുള്ളതാണ്. ബ്യൂട്ടിഫുൾ കോഴ്സ് ഈസ് ബീങ് ഓഫേർഡ്. ആ ജോബ് ഓറിയന്റഡ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സസ്
with which you are eligible for, employable for a job. അപ്പൊ ഞാൻ എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല. ഡിഗ്രി കോഴ്സ് എടുത്തോ, പക്ഷേ ഡിപ്ലോമയിൽ ചിലവർക്ക് ഫിറ്റിംഗ് ആയേക്കാം. നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് യു ക്യാൻ വെരി വെൽ ഓപ്റ്റ് ഫോർ എ ഡിഗ്രി. അപ്പോഴേക്കും നിങ്ങളുടെ ബേസ് ക്ലിയർ ആവും. എടുത്ത് ചാടണ്ട. +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിഗ്രിക്ക് പോകണം, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ചിന്തിക്കരുത്. യു മേ ഗെറ്റ് സം മോർ ടൈം ടു പ്ലേ വിത്ത്. അതിനുള്ള സമയം ആ ഡിപ്ലോമ ഓ സർട്ടിഫിക്കറ്റ് ലെവൽ കോഴ്സസ് ഒരുപാടുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല. യു വിൽ കം ടു നോ ഇൻ ദ ലിസ്റ്റ്. സോ യു വിൽ ക്ലാരിഫൈ ഇൻ ദ Q&A സെഷൻ. ഇനി ഇതാണ് ഞാൻ പറയുന്ന ഒരു മൂന്നാമത്തെ ക്രീമി ഏരിയ. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, കാരണം ആഫ്റ്റർ സിറ്റിംഗ് വിത്ത് different type of industries in my career, I was working with hospital, working with higher education, overseas education, working with media, journalism, as well printing, now with education. So when I travel through these areas of interest, I realize you need one more. നിങ്ങളുടെ കയ്യിലുള്ള ആദ്യമേ ഞാൻ പറഞ്ഞു വെച്ച നിങ്ങളുടെ പൊട്ടൻഷ്യൽ കഴിവുകൾ, പിന്നെ നിങ്ങളുടെ കരിയർ ഓപ്ഷനെ പറ്റിയുള്ള ചിന്തകൾ, അതിൻ്റെ കൂടെ യു ഷുഡ് ഏബിൾ ടു അപ്സ്കിൽ ആൻഡ് റീസ്കിൽ യുവേഴ്സെൽഫ്. അതൊരു പാരഡൈം ഷിഫ്റ്റ് അനിവാര്യം. എന്തുകൊണ്ട്? 2 തരമാണ്. ഒന്ന് പേഴ്സണൽ സ്കിൽസ്, രണ്ടാമത് സോഷ്യൽ സ്കിൽസ്. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അത് വിൻ ചെയ്യണമെങ്കിൽ നെസസറിലി യു ഷുഡ് ഹാവ് ദീസ് 2, പേഴ്സണൽ സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞൊരു ജോബിന് അപ്ലൈ ചെയ്തു. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഡു യു ഹാവ്? വെരി വെൽ, പെൺകുട്ടിയാലും ആൺകുട്ടികളാണെങ്കിലും there is no discrimination in this area now. Each one, soft skills. നിങ്ങളിലുള്ള സോഫ്റ്റ് സ്കിൽസ് എന്താണ്? ഹൗ ഡു യു ഡെമോൺസ്ട്രേറ്റ് യുവർ സെൽഫ്? ആർ യു ഏബിൾ ടു ഡു? രണ്ടാമത്തെ സോഷ്യൽ സ്കിൽസ്, അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, വെർബൽ, ഹൗ ഡു യു ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ? അത് ലാംഗ്വേജ് പ്രൊഫഷൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ഗ്ലോബൽ സെനാരിയോ, കേരള ബേസ് ചെയ്തുള്ള ഗ്ലോബൽ സെനാരിയോയിൽ ഇംഗ്ലീഷ് ഈസ് മാൻഡറ്ററി ആൻഡ് മസ്റ്റ്. അപ്പോൾ ഈ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വല്ലതും ഉണ്ടോ? ഈ സോഷ്യൽ സ്കിൽസ് ആർ യു ഏബിൾ ടു ഡെവലപ്പ്? ഞാൻ അതിനൊരു 3 തരം ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കരിയർ ബേസ്ഡ്, രണ്ടാമത് സ്പിരിച്വൽ ബേസ്ഡ്, മൂന്നാമത്തെ ടാലന്റ് ഓറിയന്റഡ്. എന്താണ് കരിയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ? ഐ നോ ഫ്യൂ സ്റ്റുഡൻസ് ഓൾറെഡി ഹാവിംഗ് എ യൂട്യൂബ് ചാനൽ. I know few students, they are very good in oceanic sciences, with which they are developing a aquarium fancy fish business. അവരെ തന്നെ ഓൾറെഡി ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് ബൈ ദ ഏജ് ഓഫ് 18. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ? അത് നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ. അങ്ങനെ വരുമ്പോൾ ആനിമൽ ഹസ്ബൻഡറി ക്യാൻ ബി യുവർ ഏരിയ, വൺ ഏരിയ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. വെറ്റിനറി സയൻസ് ക്യാൻ ബി യുവർ ഏരിയ. ഡയറി പ്രോഡക്ട്സ് ക്യാൻ ബി യുവർ ഏരിയ. Food technology can be your area. Food craft can be your area. In certifications, I know a few students who already completed before going to a degree course with graduations, certification programs, coding, programming, cyber security, hacking, ethical hacking. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കരിയർ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കണം ഇൻ ബിറ്റ്വീൻ സർട്ടിഫിക്കേഷൻസ് ആൻഡ് ബ്രാൻഡിങ്. ദെൻ സ്പിരിച്വൽ ബേസ് ചെയ്തിട്ട് യോഗ. ഇന്ന് Central Ministry very well enforcing this Indian meditation reflection mechanism to everyone. Yoga can relieve you. Adu idinte kude padikkan pattumo? I will give one example. I am running fast. One example, the last management fest conducted by Department of Commerce in Naimani Institute. Final round il vannappo there were 3 teams. Shortlisted 3 teams. They were tightly competing each other. അവസാനം ആ ടീം ടീമാണ് മാർക്കറ്റിംഗ് ഗെയിം ആയിരുന്നു. ഫൈനൽ റൗണ്ട് മാർക്കറ്റിംഗ് ഗെയിമിന്റെ അവസാനം അവർ വിൻ ചെയ്തത്. ദ പാനലിസ്റ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് യു ഹാവ് എനിത്തിങ് എക്സ്ട്രാ ടു ഡു? മാർക്കറ്റിംഗ് ടീമിന്റെ കോമ്പറ്റൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വൺ ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്, ദാറ്റ് മീൻ പാർട്ടിസിപ്പൻസ് ഓഫ് ദാറ്റ് കോമ്പറ്റീഷൻ, പെർഫോംഡ് എ യോഗ ഇൻ ടേംസ് ഓഫ് marketing game, in selling their product in the market. Yoga was also instrumental to promote a product in the market. Same. അത് ആ സ്കിൽ നീ ഏൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ന്യൂറോ ലിംഗ്വിസ്റ്റിക്,
അത് നമ്മളെ തന്നെ സൈക്കോമെട്രിക്സിന്റെ ഭാഗമായിട്ടുള്ള കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ളതാണ്. അത് ഇതിന്റെ കൂടെ നീ ഏൺ ചെയ്യാൻ പറ്റൂല്ലയോ? സോ ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ടു, ഈച്ച് ആപ്ലിക്കന്റ്, ഈച്ച് കാൻഡിഡേറ്റ് ഹാസ് ടു സീ ടു ദാറ്റ് ആ സ്പിരിച്വൽ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ദെൻ ടാലന്റ് ഓറിയന്റേഷൻ, ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ വെരി മച്ച് പാഷനറ്റ് ആൻഡ് വെരി ഗുഡ് ഇൻ മെഡിസിൻ. ഈ മെഡിസിന്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം മെഡിസിൻ ബേസ്ഡ്, അനാറ്റമി ബേസ്ഡ്, ബോട്ടണി ബേസ് ചെയ്തിട്ടുള്ള, ബയോളജി ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഇതിന്റെ കൂടെ ഒരു മ്യൂസിക്കൽ ഗിഫ്റ്റ് നിങ്ങൾക്കുണ്ട് എങ്കിൽ, അല്ലെ പെർഫോമിംഗ് ആർട്സിൽ നിങ്ങൾ നല്ലതാണെങ്കിൽ, why can't you promote and generate that area along with your academics? ഏതൊരു ഹോബിയും നമ്മൾ ഹാബിറ്റായി മാറണമെങ്കിൽ, ഹോബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ ചോദിക്കും വാട്ട് ഈസ് യുവർ സ്ട്രോങ് ഏരിയ. പല കുട്ടികളും എന്നോട് പറയും ഞാൻ ഫുട്ബോൾ കളിക്കാരനാണ്. വേർ ആർ യു? ഡിസ്ട്രിക്ട് ടീമിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. നോ, അവിടുത്തെ ലോക്കൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലുള്ള കളിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറാൻ അവൻ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ടേസ്റ്റോ എനർജിയോ ഉണ്ടെങ്കിൽ അവർ വളരും സ്വാഭാവികമായിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു വളർച്ചയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിത വിജയം നേടാൻ പറ്റൂ. ഐ ആം കൺക്ലൂഡിങ് ദിസ് സെഷൻ വിത്ത് നിങ്ങളുടേതായ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഉണ്ടാവുക. ഇത് അധികം സമയമില്ല. ജൂലൈ 10-ാം തീയതി +2 റിസൾട്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കും. അതിനു മുമ്പേ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഏരിയ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അതിന് സഹായിക്കുന്ന മറ്റ് കോഴ്സുകളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി. സോ ഐ തിങ്ക് ഐ എം ഇൻവൈറ്റിംഗ് Dr. Anthony Jacob and Dr. Anthony George to give you a wider view about the courses and options before you in the career set. Dr. Anthony, over to you. Okay, thank you, Father. I think I am audible. Yes, you can continue. So thank you, Father, and all other priests. Thank you, Sabu Varghese, for giving me this opportunity. Thank you, my dear students. And at this time, you may be in a particular ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഒരു സംശയമുള്ള കാലഘട്ടമായിരിക്കും. ലൈഫ് ആഫ്റ്റർ സ്കൂൾ, സ്കൂൾ ജീവിതത്തിന് ശേഷം എന്ത്? കോളേജിൽ പോകണോ, വേറെ മിലിറ്ററി ജോയിൻ ചെയ്യണോ, വേറെ ഏതെങ്കിലും ടെക്നിക്കൽ കോളേജിൽ പോകണോ, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണോ, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും പലരും. സോ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. So what do you want to be when you grow up? നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾ ആരാകണം? ഇത് എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇന്നത്തെ കാലത്ത് 90% കുട്ടികൾക്കും ഇതിനൊരു ആൻസർ ഇല്ല. അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ ഇല്ല. നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരാകണം? പക്ഷെ 10% പേർക്ക് ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. അത് അവർ 10ാം ക്ലാസ്സോ അതിനു മുമ്പോ തന്നെ അവരുടെ മനസ്സിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹം അവർ ലക്ഷ്യമാക്കി മാറ്റി അവര് അതിനെ വീണ്ടും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. സോ എല്ലാവരും, എനിക്ക് കുട്ടികളോടുള്ള ഒരു അപേക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സ്കൂൾ കാലഘട്ടം കഴിയുന്നു, ദാറ്റ് മീൻസ് 10ാം ക്ലാസ് കഴിയുന്നതോടൊപ്പം തന്നെ +2 ഒക്കെ കുറെ കൂടി ലേറ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ജീവിതത്തിൽ എന്ത് ആകണം എന്ന് തീരുമാനിച്ചിരിക്കണം. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞവരായിരിക്കും കൂടുതലും. ഇപ്പോഴും നിങ്ങൾക്ക് തീരുമാനം എടുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്താകണം. ആദ്യം ഫാദർ അസിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാരൻസിന്റെ ഇതുകൊണ്ടാകാം ഒരു കോഴ്സ് എടുക്കുന്നത്, കൂട്ടുകാരുടെ ഇതുകൊണ്ടാകും. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മുൻപോട്ട് നയിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ മറ്റുള്ളവരെ അടിമയായി പോകും എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുക, നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ MBA കോളേജ്, ഞാൻ ഒരു 7 വർഷത്തോളം MBA കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഇന്റർവ്യൂവിന് പിള്ളേർ വരാൻ നേരത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, അടുത്ത 5 വർഷം കഴിയാൻ നേരത്ത് നിങ്ങൾ ആരായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ ഏത് ജോലി ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊരു നല്ലൊരു ആൻസർ, ക്ലിയർ കട്ട് ആയിട്ടുള്ള ലക്ഷ്യം ഉള്ളവരെ മാത്രമേ അവിടെ ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ MBAക്ക് അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. കാരണം നമ്മളൊരു കോഴ്സ് പഠിക്കുന്നത് നമ്മളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പഠിച്ച് ആ സമയം വേസ്റ്റ് ആക്കാനുള്ളതല്ല നമ്മളുടെ ജീവിതം. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ നമ്മൾ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഹൂ ആർ യു? അവിടെ വരാൻ നേരത്ത്
നമ്മൾക്ക് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എന്ത് കാര്യം ചെയ്യാനാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടുപിടിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ പഠിക്കില്ല, അത് പെർഫോം ചെയ്യില്ല, നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും താല്പര്യമുള്ള കാര്യങ്ങൾ, താല്പര്യമുള്ള നല്ല കാര്യങ്ങളിലേക്ക് എപ്പോഴും നമ്മൾ പോവുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക, അല്ലാതെ പാരന്റ്സിനോ കസിൻസിനോ നാട്ടുകാർക്കോ വിട്ടുകൊടുത്തിട്ടല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതേപോലെ എൻ്റെ താല്പര്യങ്ങൾ എന്താണ്? എനിക്ക് താല്പര്യമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ ആർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് നല്ല താല്പര്യമുള്ള പ്രവൃത്തിയാണെങ്കിൽ ഞാൻ വളരെയധികം സൂക്ഷ്മതയോടും വളരെയധികം പെർഫെക്റ്റ് ആയിട്ടും ചെയ്യാൻ ശ്രമിക്കും. സോ എനിക്ക് എൻ്റെ താല്പര്യം എന്താണ്? അതോടൊപ്പം തന്നെ എൻ്റെ കഴിവുകൾ എന്താണ്? എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കണം. പലർക്കും പല രീതിയിലുള്ള കഴിവുകളാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. ചിലർക്ക് പാടാനുള്ളതായിരിക്കാം, ചിലർക്ക് അഭിനയമായിരിക്കാം, ചിലർക്ക് ടൂൾസ് ഉപയോഗിക്കാനുള്ളതായിരിക്കാം, ചിലർക്ക് പഠിക്കാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ചിലർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവായിരിക്കാം. എന്ത് കഴിവാണ് എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത്, ആ കഴിവ് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. വാട്ട് ആം ഐ ഗുഡ് അറ്റ് ഡൂയിങ്? എനിക്ക് എന്താണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക? നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. സോ ഈ 5 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എങ്ങോട്ട് പോകുന്നു. നമ്മുടെ ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ഈ യാത്ര എങ്ങോട്ടാണ്? ഒരു ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണോ? ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്തിച്ചേരില്ല. നമ്മളിപ്പോൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമുക്കൊരു സ്ഥലം ഉണ്ടാവും, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ബോംബെക്ക് എത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബോംബെക്ക് എത്തുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തണം, അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകണം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. വാട്ട് ആർ മൈ ഗോൾസ്? എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്? അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ, അതേപോലെ തന്നെ എത്തിയ ലക്ഷ്യങ്ങൾ നമ്മൾ എപ്പോഴും എഴുതിയിടണം എന്നാണ് പറയുന്നത്. നമ്മൾ കാണുന്ന രീതിയിൽ എഴുതിയിടണം. നമ്മൾ റൂമിലേക്ക് കയറാൻ നേരത്തെ എപ്പോഴും എൻ്റെ ലക്ഷ്യം എനിക്കൊരു ഡോക്ടറാകണം, അല്ലെങ്കിൽ എനിക്കൊരു ടീച്ചറാകണം, എനിക്കൊരു അക്കൗണ്ടന്റ് ആകണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കൊരു ഹാർഡ്വെയർ സ്പെഷ്യലിസ്റ്റ് ആകണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതിയിടണം എന്നാണ് പറയുന്നത്. കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ റൂമിൽ കയറാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് സ്പേസിൽ വരാൻ നേരത്ത് നമ്മളത് കാണും, അതിനെപ്പറ്റി ചിന്തിക്കും, അതിലേക്ക് കൂടുതൽ അടുക്കും. സോ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ കൂടുതൽ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഹായിക്കുന്ന ജോലികൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്കില്ലിന്, ഒരാളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്കുള്ള സ്കിൽ എന്താണ്, ആ സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ കഴിയും, അങ്ങനെ വരാൻ നേരത്തെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും. ഇപ്പോൾ ലക്ഷ്യം ഇല്ലാത്തവർ, ഇപ്പോൾ അഡ്മിഷൻ ഡെസ്കിലൊക്കെ ഇരിക്കാൻ നേരത്ത് ഒരു 90% അല്ലെങ്കിൽ 95% പേർക്കും ഒരു ലക്ഷ്യമില്ല. എന്തിനാ ബികോം ചെയ്യുന്നത്? ഒരു ചിരി മാത്രമാണ്. അല്ലെങ്കിൽ എന്തിനാണ് BBA ചെയ്യുന്നത്? അറിയില്ല അവർക്ക്. ചിലവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ചിലവർക്ക് ഒരാതെ പറഞ്ഞു, ഒരു 5 മുതൽ 10% ആൾക്കാർക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് അവർ ലക്ഷ്യബോധത്തോടുകൂടി വന്നിരിക്കുന്നതാണ്. എനിക്ക് ബികോം ഫിനാൻസ് പഠിക്കണം, എന്നിട്ട് എനിക്ക് കമ്പനി സെക്രട്ടറി കോഴ്സിന് പോകണം, അല്ലെങ്കിൽ CA കോഴ്സിന് പോകണം എന്ന് അത്രയ്ക്ക് ലക്ഷ്യബോധത്തോട് വന്ന ആൾക്കാരുണ്ട്. അത് വെറും 5 മുതൽ 10% വരെ മാത്രമാണ്. പക്ഷേ ബാക്കിയുള്ള 90-95% കാര്യം അവര് വെറുതെ ഒരു ലക്ഷ്യബോധമില്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിച്ചു വരാൻ നേരത്ത് അവരുടെ ജീവിതം ഏത് ലെവലിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. കുട്ടികളുടെ ജീവിതം ഏത് ലെവലിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് അതുകൊണ്ട് എന്ത് ഉപകാരമുണ്ട് എന്ന് ചിന്തിക്കുക. ഒന്നും ഉണ്ടാവില്ല, കാരണം ലക്ഷ്യമില്ല. ലക്ഷ്യമില്ലാതെ നമ്മൾ വെറുതെ അലഞ്ഞു നടക്കുന്നു എന്ന് പറയാം. ആ രീതിയിലേക്ക് ആയി പോകരുത് കുട്ടികളാരും. സോ നമുക്ക് ലക്ഷ്യം ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഗോള് ഇപ്പോഴേ, നമ്മുടെ ജീവിതത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഇപ്പോഴേ സെറ്റ് ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാൻ സാധിക്കും, ആ ചെയ്യാൻ സാധിക്കുന്ന ജോലികളെ പറ്റി കൂടുതൽ അറിയുക. എന്നിട്ട് ആ ജോലികൾ കിട്ടാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള കോഴ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ കോളേജിൽ ഞാൻ പഠിക്കണം,
എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ കോളേജിൽ പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഏത് ജോലിയിലേക്ക് എനിക്ക് ചേരാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ നിർവചിക്കുക. നിങ്ങൾക്ക് എവിടെ എത്തണം, അണ്ട് എങ്ങനെ എത്തണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും ആ ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ല. ആൾകെമിസ്റ്റ് എന്ന് പറഞ്ഞ ബുക്കുണ്ട് പൗലോ കോയിലോയുടെ. അതിൽ പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തിന് തൊരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. ലോകം മുഴുവൻ ഉണ്ടായില്ലെങ്കിലും കുറെ ആൾക്കാർ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് നിങ്ങൾ എത്തുക. ഇതിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. കാരണം ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോകുന്നു, കാരണം ടൈം കൺസ്ട്രെയിന്റ് ഉള്ളതുകൊണ്ട് കുറച്ച് സ്പീഡായിട്ട് പോകുന്നു. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ലേൺ അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ പറ്റി തന്നെ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ പറ്റി തന്നെ പഠിക്കുക. അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ബിഹേവിയർ എല്ലാം അവർക്ക് തന്നെ അറിയാൻ സാധിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് പറ്റുന്ന ജോലികൾ, ലേൺ അബൌട്ട് കരിയേഴ്സ്. അവർക്ക് ഏതൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സോ ലേൺ അബൌട്ട് യുവർ സെൽഫ്, ലേൺ അബൌട്ട് കരിയേഴ്സ്, മേക്ക് എ പ്ലാൻ ഫോർ achieving the careers or achieving your objectives. We will discuss different types of analyzing your skills in the next slides. So first one is realistic. Realistic എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവിടെ തരുന്നത്. നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ you will be good at mechanical things, or you will be good at something which is done by using tools. ഉപകരണങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ താല്പര്യമായിരിക്കും. ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ബി എൻ എഞ്ചിനീയർ, ആർക്കിടെക്ട്, ഈവൻ ഇൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, യു ക്യാൻ ബി എ പൈലറ്റ്, or military officer, crafts person. അങ്ങനെ ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിനാദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്. പേഴ്സണാലിറ്റി ഇൻ ദ സെൻസ് നിങ്ങളുടെ സ്വഭാവം അല്ല നോക്കുന്നത്, നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ പ്രായോഗികതയെ ഇഷ്ടപ്പെടുന്ന ആളാണോ, റിയലിസ്റ്റിക്. അങ്ങനെയുള്ള നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോബുകളായിരിക്കും താല്പര്യം. നെക്സ്റ്റ് വൺ ഇസ് ആർ യു ഇൻവെസ്റ്റിഗേറ്റീവ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണാത്മകത. എല്ലാത്തിനെ പറ്റിയും അറിയാനുള്ള അഭിവാജ്ഞ ഉള്ളവരാണോ? വളരെ ഇൻഡെപ്ത് ആയിട്ട്, വളരെ ആഴത്തിൽ അറിയാനുള്ള താല്പര്യമുണ്ടോ? ആർ യു ക്യൂരിയസ് ആൻഡ് സയൻസ് ഓറിയന്റഡ്. നിങ്ങൾ വളരെ ക്യൂരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സയൻസിൽ പെർഫോം ചെയ്യാം, ടെക്നോളജി പെർഫോം ചെയ്യാം, റിസർച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഇപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ്, ക്രൈം ബ്രാഞ്ച്, CBI അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സയൻസ്, നാച്ചുറൽ സയൻസുകൾ പഠിക്കുന്നതാം, പഠനത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ള ആൾക്കാരാണെങ്കിൽ, ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു കെമിസ്റ്റ് ആകാം, എക്കണോമിസ്റ്റ് ആകാം, ഡോക്ടർ, സയന്റിസ്റ്റ്, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ, റിസർച്ച് പേഴ്സൺ. അപ്പോൾ ഇതെല്ലാം പറയുന്നത് നിങ്ങളൊരു അന്വേഷണാത്മകതയുള്ള ആളായിരിക്കണം, എങ്കിൽ മാത്രമേ അതിലെല്ലാം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ആർ യു ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കലാപരമായ കഴിവുകൾ ഉള്ള ആൾക്കാരാണോ, ക്രിയേറ്റീവ് ആണോ, ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളതാണോ, അല്ലെങ്കിൽ വരയ്ക്കാൻ താല്പര്യമുള്ളവരാണോ, പാട്ടിന് താല്പര്യമുള്ളവരാണോ, ഡാൻസ്, റീഡിങ്, പെയിന്റിങ്, ലോട്ട് ഓഫ് തിങ്സ് ആർ ദെയർ. അപ്പോൾ ഇങ്ങനെ താല്പര്യം, നിങ്ങളിലുള്ള താല്പര്യം നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാം. കാരണം നിങ്ങൾക്കുള്ള താല്പര്യം ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു തരും. നീ വരയ്ക്കാൻ നല്ലതാണല്ലോ, നിന്റെ പാട്ട് നല്ലതാണല്ലോ, നിന്റെ പെയിന്റിങ് നല്ലതാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ പറഞ്ഞു തരാം. അങ്ങനെയുള്ളവർ ആ രീതിയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ ആണോ, സാമൂഹികമായി ഇടപെടൽ ഉള്ള ആൾക്കാരാണോ, അല്ലെ സാമൂഹികമായി ഇടപെടാൻ താല്പര്യമുള്ള ആൾക്കാരാണോ? നമ്മൾ പറയുന്നത് സർവീസ് ഓറിയന്റഡ്, മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ടീച്ചിങ് ആണ്, മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാം. നിങ്ങൾക്ക് കൗൺസിലർ ആയിട്ടോ, നേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സർവീസ് ആണ്, ട്രെയിനിങ് സോഷ്യൽ സർവീസ് ആണ്, എഡ്യൂക്കേഷൻ സോഷ്യൽ സർവീസ് ആണ്, സോ കൗൺസിലർ സോഷ്യൽ സർവീസ് ആണ്. അപ്പോൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ സാമൂഹികമായി ഇടപെടാൻ താല്പര്യമുള്ളവരാണ്. നെക്സ്റ്റ് വരുന്നത്
എന്റർപ്രൈസിങ്, നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരാണോ എങ്കിൽ നിങ്ങൾ ബിസിനസ് ഓറിയന്റഡ് ആണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു മാനേജർ ആകാം, സെയിൽസ് പേഴ്സൺ ആണ്. സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന കാര്യം എന്റർപ്രൈസിംഗിൽ ഇവിടെ പറയാനുള്ള കാര്യം, യു ഹാവ് ടു എന്താ പറയാ, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിങ്ങളെ പറ്റിയുള്ള ഒരു ഇംപ്രഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിൽക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരു സെയിൽസ് പേഴ്സൺ ആകാൻ സാധിക്കുള്ളൂ. അതാണ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ, ആ സ്ഥാപനത്തിന്റെ സർവീസ്, ആ സ്ഥാപനത്തിലെ പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കൊരു കഴിവുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ, ബിസിനസ് ഓറിയന്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡയറക്റ്റ് ചെയ്യാം, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മാനേജർ, സെയിൽസ് പേഴ്സൺ, മാർക്കറ്റ് അനലിസ്റ്റ്, ബ്രോക്കർ ഇൻ ദ സെൻസ് എനി ടൈപ്പ് ഓഫ് ബ്രോക്കർ. ഇപ്പോൾ പ്രോപ്പർട്ടി ബ്രോക്കർ ആകാം, ഷെയർ ബ്രോക്കർ ആകാം, അങ്ങനെ പലയുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഏതിലേക്കും നിങ്ങൾക്ക് തുനിഞ്ഞിറങ്ങാം. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പൊ ഇതിനെ അനലൈസ് ചെയ്യേണ്ടി വേണം നിങ്ങൾ നിങ്ങളുടെ കോഴ്സോ ജോലിയോ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഇനി പോകാൻ നേരത്ത് കൺവെൻഷണൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗതം എന്ന് പറയും. പക്ഷെ നമ്മൾ സാധാരണയുള്ള ജോലികൾ, ബാങ്ക് ജോലി, സാധാരണ സ്കൂൾ ടീച്ചിങ്, ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടോ, വെറുതെ ഒരു ഓഫീസ് മാനേജർ ആയിട്ടോ, അങ്ങനെയുള്ള ഒരു ജോലികൾ ആണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺവെൻഷണൽ ടൈപ്പ് കോഴ്സിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹൈലി ഓർഗനൈസ്ഡ് ആയിരിക്കും. നമ്മൾ സർക്കാർ ഓഫീസിലെ ക്ലർക്കുമാരുടെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പ്രൈവറ്റ് ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടെ ഇരിക്കുന്നതാണ്. ഇപ്പൊ ഒരു ബാങ്കിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യു ആർ വെൽ വേഴ്സ്ഡ് ഇൻ ഓർ വെൽ അറ്റ് കീപ്പിംഗ് ഫയൽസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ടൈപ്പ് ജോലിയിലേക്ക് പോകാം. നെക്സ്റ്റ്, ഇപ്പൊ വളരെ അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ 1-2 ആഴ്ചകളായിട്ടുള്ളൂ പുതിയ ഡെവലപ്മെന്റ്സ് ഗ്രാജുവേറ്റ് കോഴ്സുകളിൽ വന്നിട്ട്. പക്ഷെ അത് മുഴുവനായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഇപ്പോഴും 30-ാം തീയതി 31-ാം തീയതി ഒക്കെ ആയിട്ട് ഗവർണറുടെ വൈസ് ചാൻസലർമാരുമായിട്ട് ചർച്ച നടക്കാനിരിക്കുന്നേ ഉള്ളൂ, അത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഐഡിയ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇനി ഡിഗ്രി പ്രോഗ്രാംസ് എല്ലാം 4 വർഷമാക്കാൻ പോകുന്നു. ഉടനെയല്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് ട്രിപ്പിൾ മെയിൻ ഫോർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് അലോങ് വിത്ത് ട്രഡീഷണൽസ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഡിഗ്രി കോഴ്സുകളിൽ പഠിക്കുന്നത് ഒരു മെയിൻ സബ്ജക്റ്റ് ആണ്. ഒന്നെങ്കിൽ ഫിനാൻസ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA ആണെങ്കിൽ മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള കോഴ്സ്. ഒരു സ്പെഷ്യലൈസേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ പുതിയ കോഴ്സുകൾ വരാൻ നേരത്ത് 3 സ്പെഷ്യലൈസേഷൻ വരെ പഠിക്കാനുള്ള ചാൻസുകൾ വരുന്നു. അതോടൊപ്പം തന്നെ 4 വർഷത്തോളം ഈ കോഴ്സുകൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പഴയത് ഉടനെ തന്നെ മാറ്റുന്നില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ 4 വർഷ കോഴ്സുകളും 3 മെയിൻ ഉള്ള കോഴ്സുകളും തുടങ്ങുന്നു. കാരണം പുറം രാജ്യങ്ങളിൽ നമ്മളുടെ ഈ 3 വർഷ ഡിഗ്രി കോഴ്സുകൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് പുറത്തു പോയി പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി 4 വർഷത്തെ കോഴ്സുകൾ, അല്ലെങ്കിൽ 4ാമത്തെ വർഷം കൂടുതലും വാട്ട് യു കോൾഡ് പ്രോജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ആയിരിക്കും. ആ രീതിയിലുള്ള കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ ഗവൺമെന്റ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. നെക്സ്റ്റ് വൺ ഇസ്, so if you are interested in travel and tourism, ഇപ്പൊ പലർക്കും ട്രാവൽ ആൻഡ് ടൂറിസത്തിലേക്ക് താല്പര്യം ഉണ്ടാകാം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സ് എവിടെ പഠിച്ചാലും ആദ്യം അന്വേഷിക്കേണ്ടത് IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അപ്രൂവ് ചെയ്ത കോഴ്സുകളാണോ, ഈ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് IATAയുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. IATAയുടെ കോഴ്സുകൾ പഠിക്കാത്തവർക്ക് ഒരു സ്ഥലത്തും ജോലി സാധ്യത ഉണ്ടാകില്ല. കാരണം വളരെ കുറവാണ്. കാരണം അപ്രൂവ്ഡ് കോഴ്സുകൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ഏത് കോഴ്സ് എടുത്താലും അത് IATA അപ്രൂവ് ചെയ്തതായിരിക്കണം. ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ മാനേജ്മെന്റ് തൊട്ട് കാർഗോ, അത് ചരക്ക് ഗതാഗതം, അവരുടെ ടിക്കറ്റിംഗ്, എയർപോർട്ടിന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, എല്ലാം ഇഷ്ടംപോലെ, സേഫ്റ്റി സെക്യൂരിറ്റി, അവരുടെ മാർക്കറ്റിംഗ്, ഇത് ഏതെടുത്താലും നമുക്ക് IATA കോഴ്സുകൾ പഠിച്ചിരിക്കണം, നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ. സോ നിങ്ങൾക്ക് ഫാഷനിലോ മീഡിയയിലോ ആണോ താല്പര്യമെങ്കിൽ ഫാഷൻ പഠിക്കാനായിട്ട് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് NIFT എന്ന് പറയുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. ഡൽഹിയിലാണത്. പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല കോളേജുകളും ഈ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജിയിൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ചിലത് NIFT അപ്രൂവ്ഡ് ആയിരിക്കാം, ചിലത് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിരിക്കാം. പല അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി കോളേജുകളും ഇങ്ങനെ നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ താല്പര്യം എന്താണ് അതനുസരിച്ചിട്ട് വേണം പോകാനായിട്ട്. ഞാൻ
പല കോഴ്സുകളെ പറ്റി പറയുന്നുള്ളൂ. നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾ തന്നെ അറിയണം. അതോടൊപ്പം തന്നെ സിനിമയിലാണെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ കേരളത്തിലും പല സ്ഥാപനങ്ങളും ആക്ടിങ്, ഡയറക്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വളരെയധികം കോഴ്സുകളുണ്ട്. NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അവരെല്ലാം വളരെയധികം സർട്ടിഫിക്കറ്റ് കോഴ്സുകളോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളോ എല്ലാം കൊടുക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിലേക്ക് ജോലിക്ക് പോകാൻ ജോലി ലഭിക്കും. അതിനുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു അനലിറ്റിക്കൽ മൈൻഡ് ആണോ, സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റിൽ താല്പര്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വേണം ഈ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ. ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു കോഴ്സുകളും തിരഞ്ഞെടുക്കരുത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള പുതിയ അഡ്വാൻസ് കോഴ്സുകളാണ്. വളരെ പലരുടെ ഹരമായിട്ട് മാറിക്കുന്ന ട്രെൻഡിങ് അഡ്വാൻസ് കോഴ്സുകളാണ്. CMA US India. US സർട്ടിഫിക്കേഷനും ഉണ്ട്, ഇന്ത്യൻ സർട്ടിഫിക്കേഷനും ഉണ്ട്. CMA India എന്ന് പറയുന്ന കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇത് നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഒപ്പം ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു കോഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന 4 കോഴ്സുകളും അങ്ങനെയാണ്. CMA India കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയും. ഇതിന് 3 ലെവലുകളുണ്ട്: ഫൗണ്ടേഷൻ, ഇന്റർ ആൻഡ് ഫൈനൽ. ഈ 3 ലെവൽ സെപ്പറേറ്റ്. ഫൗണ്ടേഷൻ ലെവൽ പാസ്സായിട്ട്, ഇന്റർ ലെവൽ പാസ്സായി, ഫൈനൽ ലെവൽ പാസ്സായാൽ മാത്രമേ നിങ്ങൾ ഒരു സർട്ടിഫൈഡ് കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ CMA US എന്ന് പറയുന്നത് US സർട്ടിഫിക്കേഷൻ ആണ്. അതിനും ഇതുപോലെ തന്നെ പല ലെവലുകളുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ പറയുന്നത് പോലെ അത്ര സിമ്പിൾ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് ഡിഗ്രിയുടെ ഒപ്പം നിങ്ങൾക്ക് കൊണ്ടുപോകാം. പല കോളേജുകളും ഇതിന്റെ പല ശനിയാഴ്ചകളിലും ഇതിനുള്ള ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ വരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നിങ്ങൾക്കറിയാം, എന്താ പറയാ, ഏറ്റവും അധികം പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോലികൾ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ എന്താ പറയാ എല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്യുന്ന ഒരു ജോലി. നമ്മൾ ഒരിക്കലും പേയ്മെന്റ് മാത്രം ഉദ്ദേശിച്ചല്ല ജോലി സ്വീകരിക്കുന്നത്, നമ്മളുടെ സന്തോഷം കൂടി സ്വീകരിച്ചിട്ടായിരിക്കണം. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ കണക്കുകളെല്ലാം നോക്കുന്ന ഒരു ജോലി. അതേപോലെ കമ്പനി സെക്രട്ടറി എന്ന് പറയാൻ നേരത്ത് കമ്പനിയുടെ ലീഗൽ മാറ്റേഴ്സ് മുഴുവൻ നോക്കുന്ന ആൾ. ACC എന്ന് പറയുമ്പോഴും ഇതൊരു ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ അല്ല, ഫോറിൻ ക്വാളിഫിക്കേഷൻ ആണ്. ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, ബട്ട് ഈക്വലന്റ് ടു ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയും. ഇതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന കോഴ്സുകളാണ്. ഇതിന്റെ വിജയ ശതമാനം 7 തൊട്ട് 10 വരെയാണ്. നമ്മൾ ഡിഗ്രി എഴുതുന്നത് പോലെ 99% ആൾക്കാരൊന്നും ജയിച്ചു വരില്ല. 7 തൊട്ട് 10% വരെ ആൾക്കാർ മാത്രമേ ഈ കോഴ്സുകൾ ജയിക്കുള്ളൂ. അത് പക്ഷെ ഇപ്പോൾ പലരും അതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അത് അത്രയ്ക്കധികം ഹാർഡ് വർക്ക് ഉള്ള ചെയ്യാവുന്ന ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യാം. ഇത് ട്രെൻഡിങ് ഫ്യൂച്ചർ. ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക്, നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന പല കോഴ്സുകളെ പറ്റിയാണ്, ചില കോഴ്സുകളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാം ഇൻഫോർമേഷൻ ടെക്നോളജി ഓറിയന്റഡ് ആണ്, അല്ലെ? എല്ലാത്തിലും ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. അപ്പൊ ഇൻഫോർമേഷൻ ടെക്നോളജി വളർന്ന് വേറെ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന സമയമാണ്. അതിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്ന് പറയും. ഇപ്പോൾ മെഷീൻസ് എങ്ങനെ മനുഷ്യനെ പോലെ പെരുമാറും, അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി എങ്ങനെ മെഷീനിലേക്ക് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും സോഫിയ എന്ന് പറഞ്ഞ ഹ്യൂമനോയിഡിനെ കുറിച്ച്. ഹ്യൂമനോയിഡ് എന്ന് പറയാൻ നേരത്ത് മനുഷ്യനെ പോലെ പെരുമാറുന്ന ഒരു മെഷീനിന് മാത്രമേ അതിൽ അർത്ഥമുള്ളൂ. സോഫിയ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനെപ്പറ്റി പറയും. നിങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ മെഷീനെ കൊണ്ട് ചെയ്യിക്കുന്നു. മനുഷ്യൻ ഓരോ സിറ്റുവേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മെഷീനിലേക്ക് കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ വരാതെ മെഷീൻ ആ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കൃത്രിമ ബുദ്ധി. മെഷീൻസ് സ്വന്തമായിട്ടൊരു ബുദ്ധി ഉണ്ടാവില്ല, മനുഷ്യന്റെ ബുദ്ധി പല രീതിയിൽ അതിലേക്ക് കൊടുക്കുന്നു. ഇതെല്ലാം ഇപ്പോഴുള്ള ട്രെൻഡിങ് കരിയേഴ്സ് ആണ്. റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ റോബോട്ട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിനുള്ള അപ്ലിക്കേഷൻസ് എന്താണ്, ഇതിനെപ്പറ്റി എല്ലാം പഠിക്കുക. അതാണ് റോബോട്ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബിഗ് ഡാറ്റ അനാലിസിസ്. ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ വളരെയധികം ഡാറ്റ, കോടിക്കണക്കിന് ഡാറ്റ ഉണ്ടാവും, അത് അനലൈസ് ചെയ്യാം. അതിന് പ്രത്യേക സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിനെപ്പറ്റി എല്ലാം പഠിക്കുക, എങ്ങനെ നമുക്ക് ബിഗ് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോഴുള്ള സ്റ്റഡികളെല്ലാം 100 200 ഡാറ്റ കൊണ്ട് ചെയ്യുന്നതല്ല, കോടിക്കണക്കിന് ഡാറ്റ എടുത്തിട്ട് ചെയ്യുന്ന സ്റ്റഡികളാണ് പലതും. അപ്പോൾ ബിഗ് ഡാറ്റ അനാലിസിസ്, ഒരു രാജ്യത്തെ മുഴുവൻ ഡാറ്റ എടുക്കുക, അല്ലെങ്കിൽ വേൾഡിലെ മുഴുവൻ ഡാറ്റ എടുക്കുക, അല്ലെങ്കിൽ ഒരു
ഏഷ്യ പസഫിക് ഏരിയയിലെ മുഴുവൻ ഡാറ്റ എടുക്കുക. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഒരു ചെറിയ സോഫ്റ്റ്വെയർ കൊണ്ടോ അല്ലെങ്കിൽ 1-2 ആൾക്കാരെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ പ്രത്യേക സോഫ്റ്റ്വെയർ സിസ്റ്റം തന്നെയുണ്ട്. അതിനെപ്പറ്റി പഠിക്കുക, അതെങ്ങനെ ചെയ്യുന്നതെന്ന് പഠിക്കുക. ഡാറ്റ മൈനിങ് എന്ന് പറയാൻ നേരത്ത് മൈനിങ്ങിന്റെ അർത്ഥം നമുക്കറിയാം, കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ ആഴത്തിലേക്ക് അന്വേഷിച്ചു പോകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഡാറ്റ മൈനിങ് നമുക്ക് വളരെ വലിയൊരു ഡാറ്റ സെറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ അറിഞ്ഞെടുക്കുക. ഇതെല്ലാം ഇപ്പോഴുള്ള ട്രെൻഡിങ് ജോബുകളാണ്, അല്ലെങ്കിൽ ട്രെൻഡിങ് കോഴ്സുകളാണ്. പല കോളേജുകളും ഇതിനെപ്പറ്റി ഇപ്പോൾ തന്നെ കോഴ്സുകൾ തുടങ്ങി കഴിഞ്ഞു. റോബോട്ടിക്സ് എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം. നെക്സ്റ്റ്, നിങ്ങൾ ആരാണെന്ന് അനലൈസ് ചെയ്ത, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കണം. ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ആരൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്ത കോഴ്സുകളാണോ, അക്രഡിറ്റഡ് കോഴ്സുകളാണോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതിയുള്ള കോഴ്സുകളാണോ എന്ന് അറിയേണ്ടതാണ്. അല്ലാതെയുള്ള കോഴ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വെറുതെ ആകുന്ന തന്നെ പറയാം. കാരണം അത്രയും പൈസയും അത്രയും സമയം നിങ്ങൾ ചെലവഴിച്ചിട്ട് ഒരു അംഗീകാരവും ഇല്ലാത്ത കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വെറുതെ ആവും. അതിനെ ഉപയോഗിച്ച് നമുക്കൊരു ജോലിയും കിട്ടില്ല. അതുകൊണ്ട് കുറെ ഏജൻസികളുണ്ട്. ഇപ്പൊ NBA അക്രഡിറ്റഡ്, NAC അക്രഡിറ്റഡ്, UGC അപ്രൂവ്, ഇങ്ങനെയുള്ള മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറയാൻ നേരത്തെ, അല്ലെങ്കിൽ കോളേജ് വെബ്സൈറ്റ്സ്, ഇവിടെ നിന്നെല്ലാം നമുക്ക് ഈ കോഴ്സുകൾ അക്രഡിറ്റഡ് ആണോ, ഈ സ്ഥാപനങ്ങൾ അപ്രൂവ്ഡ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെയാണ്. നമുക്കിപ്പോൾ പല കോഴ്സുകളും പഠിക്കാൻ പുറത്തേക്ക് പോകണമെന്ന് നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ കോഴ്സുകളെല്ലാം തന്നെ ഒരുപാട് 95% കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ സാധാരണ മൾട്ടി ഡിസിപ്ലിനറി പല വിഷയങ്ങൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാലിക്കറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇവിടെ എല്ലാം പല രീതിയിലുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്നതിന് പോയി ചേരാനല്ല, നമ്മൾക്ക് താല്പര്യമുള്ള നമ്മളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സ് ഏതാണോ, നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, അതിനുള്ള കോഴ്സ് ഏതാണോ അതിലാണ് പോയി ചേരേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രം ഏകദേശം ഒരു 75-80 ഡിഗ്രി കോഴ്സുകൾ നടത്തുന്നുണ്ട്. പല പല കോളേജിലായിട്ട് 75-80ഓളം ഡിഗ്രി കോഴ്സുകൾ മാത്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കധികം കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷെ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ ലക്ഷ്യവും അനുസരിച്ചായിരിക്കും. പിന്നെ എഞ്ചിനീയറിംഗ്, ടെക്നോളജി അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളുടെ ഇപ്പൊ പറയാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ KTU എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴുള്ള എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സുകളും ഈ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഏത് കോളേജ് എഞ്ചിനീയറിംഗ് നടത്തിയാലും എല്ലാം APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, നമ്മുടെ മെഡിക്കൽ എല്ലാം അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, നമുക്ക് വെറ്റിനറി സയൻസ് പഠിക്കണമെങ്കിൽ അതിനുള്ള യൂണിവേഴ്സിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂരുണ്ട്. ഫിഷറീസിനെ പറ്റി പഠിക്കണമെങ്കിൽ എറണാകുളം പനങ്ങാട് ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ലീഗൽ സ്റ്റഡീസിനെ പഠിക്കണമെങ്കിൽ പോലും നമ്മുടെ എറണാകുളത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയും, നുവാൽസ് എന്ന് പറയും. അത് എറണാകുളത്തുണ്ട്, കളമശ്ശേരി അടുത്താണുള്ളത്. പിന്നെ സംസ്കൃതം പഠിക്കണമെങ്കിൽ, വേദം പഠിക്കണമെങ്കിൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. മലയാളത്തിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, FLU എന്ന് പറയുന്നത്. അതിന് മലപ്പുറത്ത് ഒരു ക്യാമ്പസും കൂടിയുണ്ട്. കേരളത്തിൽ വേറെ സ്ഥലത്ത് ക്യാമ്പസ് ഉള്ളതായിട്ട് അറിവില്ല. ഇപ്പൊ മലപ്പുറത്ത് മാത്രമേ ക്യാമ്പസ് ഇപ്പോൾ ഉള്ളൂ. അതിന്റെ മെയിൻ ഓഫീസ് ഹൈദരാബാദാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ നേരത്ത് നമ്മൾക്ക് പെർഫോമിംഗ് ആർട്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡാൻസ്, കഥകളി, മോഹിനിയാട്ടം ഇങ്ങനെയുള്ളത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്നത് നമ്മളുടെ കേരള കലാമണ്ഡലം ഉണ്ട് തൃശ്ശൂർ, പാലക്കാട് ബോർഡർ ഷൊർണൂർ അടുത്തായിട്ട് കേരള കലാമണ്ഡലം ഉണ്ട്. അതൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്പേസ് സയൻസ് പഠിക്കാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതൊന്നും പലർക്കും അറിയില്ല. സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഡീംഡ് യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മാരിടൈം, നമ്മുടെ കടലിനെ പറ്റി പഠിക്കാൻ, ഷിപ്പിനെ പറ്റി പഠിക്കാൻ, അതൊക്കെയാണെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കൊച്ചിയിലുണ്ട്. ഫോറിൻ ട്രേഡ് പഠിക്കണം, ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കണമെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ഉണ്ട്. അത് ഓഫർ ചെയ്യുന്ന പല കോഴ്സുകളും നമ്മുടെ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു മിലിറ്ററിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മിലിറ്ററി ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ വെച്ച് ഡിഗ്രി പഠിക്കണമെങ്കിൽ
അവിടെയും സയൻസും കോമേഴ്സും സ്ട്രീം ഉണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനം ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അവിടെ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ നേവിക്കാർക്കെല്ലാം പല രീതിയിലുള്ള ഡിഗ്രി കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് നമുക്ക് ഡിഗ്രിയിൽ നിന്ന് മാറിയിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ്. അസ്നച്ചന്റെ പ്രസന്റേഷനിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു ഡിപ്ലോമ സ്കിൽ ബേസ്ഡ് പ്രോഗ്രാംസ്. ഇപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കൊരു ഡിപ്ലോമയ്ക്ക് ചേരാം, അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബേസ് പഠിച്ചിട്ട് വേണം നമുക്ക് ഡിഗ്രിക്ക് പോകാം എന്നുള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ ഡിപ്ലോമയ്ക്ക് ചേരാം. ഇപ്പൊ പലരും അങ്ങനെ വരാറുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ഡിഗ്രിക്ക് വരുന്നവരുണ്ട്. സോ അങ്ങനെയുള്ള പല കോഴ്സുകളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ഇതെല്ലാം അസനച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള പല ഡിപ്ലോമ കോഴ്സുകളും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നടത്തുന്നു. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നൈപുണ്യ കോളേജ് നടത്തുന്ന കോഴ്സുകളെ കുറിച്ചാണ്. നൈപുണ്യ കോളേജിൽ 4 ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. MBA ഡിപ്പാർട്ട്മെന്റ് വേറെ സെക്ഷനാണ്, അതിനെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അല്ലാതെ തന്നെ 4 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് കോമേഴ്സ്, ദെൻ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ സയൻസ്, ഹോട്ടൽ മാനേജ്മെന്റ്. കോമേഴ്സിൽ ബികോം തന്നെ 3 തരം ഓഫർ ചെയ്യുന്നുണ്ട്. ബികോം ഫിനാൻസ് ഉണ്ട്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബികോം കോർപ്പറേഷൻ. ദെൻ BBA ഉണ്ട്, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അത് സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് MCOM കൊടുക്കുന്നുണ്ട്, MCOM ഫിനാൻസ്. ഈ 4 കാര്യങ്ങളാണ് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള കോഴ്സുകൾ. ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിൽ BA ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ബിരുദം വേണ്ടവർക്ക് നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി കൊടുക്കുന്നുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി കൊടുക്കുന്നുണ്ട്, PGയും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു സമയം കൊണ്ട് നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കഴിവെന്താണ്, അതനുസരിച്ചിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക, അതനുസരിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താവുന്ന ജോലികളും കോഴ്സുകളും സ്വീകരിക്കുക. താങ്ക് യു വെരി മച്ച്. എനി ക്വയറീസ്? ഓവർ ടു ഫാദർ. Thank you, Dr. Anthony, for a beautiful description regarding the areas of career options. Thank you, Father. So I think they may have got some clue about the things. Okay. എനിക്ക് തോന്നുന്നത് കുട്ടികളും പങ്കെടുക്കുന്നുണ്ടാവും, മാതാപിതാക്കളും പങ്കെടുക്കുന്നുണ്ടാവും. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു കാര്യം അവരുടെ കോമ്പിറ്റൻസീസിനെ പറ്റിയിട്ടാണ്. അതിന് ചേർന്നൊരു കരിയർ ഓപ്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ജീവിത വിജയം നേടാൻ പറ്റൂ എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി മറ്റു എന്തെങ്കിലും, ഒരുപക്ഷെ പലരുടെയും സംശയം ഞാൻ കണക്കാക്കുന്നത്, ഞാൻ ബയോമാക്സ് എടുത്തു, ഇനി എന്തെനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, ഞാൻ ഇനി എന്ത് പഠിക്കണം, ഹ്യൂമാനിറ്റീസ് എടുത്തത് കൊണ്ട് ഇനി എനിക്ക് പഠിക്കാൻ ഇനി പറ്റുമോ, ഞാൻ വിജയിക്കുമോ? ഇന്ന് ഇന്ത്യയിൽ 39 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളതിൽ 12 യൂണിവേഴ്സിറ്റിയും സോഷ്യൽ സയൻസാണ് ഡീൽ ചെയ്യുന്നത്. PhD പ്രോഗ്രാം ദേ ആർ ഓഫറിങ്. കാരണം ഇന്ന് അടുത്ത ലെവൽ ഓഫ് ഹ്യൂമൻ ഇന്റർവെൻഷനിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സോഷ്യൽ സയൻസ്, എക്കണോമിക്സ് ഓർ ഡെവലപ്മെന്റൽ സ്റ്റഡീസ്, അത് എല്ലാം ഓരോ തലത്തിലും ഓരോ കാലഘട്ടത്തിലും വളരെ ബൂമിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ജനറൽ ഔട്ട്ലൈൻ ആണെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. If any very particular questions you can send through, I think message box is open. ആർക്കെങ്കിലും I think ഫാദർ, നമുക്ക് ഇപ്പോൾ അവർക്ക് സ്പെസിഫിക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ കൂടി അവർക്ക് നമ്മളുടെ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്യാൻ പറയാമല്ലോ. തീർച്ചയായിട്ടും. ചിലപ്പോൾ ഇപ്പൊ ഒരു കൺഫ്യൂഷനിലായിരിക്കും എന്തൊക്കെയാണ് നോക്കിയിട്ട്. Is message box is open? Yeah. Can you track it? Yeah. So we will spend a little time with you. If you have any serious queries, we will come back to you. If you send your contact number, we will contact you back. നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു തരികയാണെങ്കിൽ
നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളാം. Am I audible to you? Yes, Father. Yes. So very well, we shall conclude. Okay. Once again, I appreciate the initiatives taken by Reverend Father Peter Kannambura to conduct a webinar on career guidance. Hopefully, the students who are interested may get more clarification on their career options based on the session we have conducted. We believe so. If anybody interested, please follow the YouTube channel hosted by Naibunya Institute of Information Technology and Management. So I extend my wholehearted appreciation and gratitude towards all of the participants attended all through the last 1 hour. And we conclude. Thank you. God bless you. Thank you, Father. Thank you all.